everybody, welcome to CS Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എലിമിനേറ്റിംഗ് എപ്സിലോൺ ട്രാൻസിഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷനെ നമുക്ക് NFA വിതൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ അല്ലെങ്കിൽ എപ്സിലോൺ ട്രാൻസിഷൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ കൺവേർട്ട് ആൻ എപ്സിലോൺ NFA ടു NFA എന്ന് പറയുമ്പോഴത്തേക്കും നോ എപ്സിലോൺ മൂവ്സ്, അതാണ് നമ്മുടെ ടോപ്പിക്, വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് എലിമിനേറ്റിംഗ് എപ്സിലോൺ ട്രാൻസിഷൻ. എലിമിനേറ്റിംഗ് എപ്സിലോൺ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ പേരിലാണ് നമ്മുടെ സിലബസിൽ ടോപ്പിക് കിടക്കുന്നത്. ഓൾറൈറ്റ്, സോ ഇതിൽ ഞാൻ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടും. ദെൻ ഓരോ സ്റ്റെപ്പും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓൾറൈറ്റ്, സോ സ്റ്റെപ്പ് നമ്പർ 1 ഈസ് ഫൈൻഡ് എപ്സിലോൺ ക്ലോഷർ ഓഫ് എവറി സ്റ്റേറ്റ്. എപ്സിലോൺ ക്ലോഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിരുന്നു. സ്റ്റെപ്പ് 2 അപ്ഡേറ്റ് ട്രാൻസിഷൻ. ട്രാൻസിഷൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, കാരണം നമ്മൾ എപ്സിലോൺ എലിമിനേറ്റീവ് ആണ്. ഇതിൽ തന്നെ നമ്മളൊരു ക്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എടുത്ത് അതിൽ സിമ്പിൾ 0 അല്ലെങ്കിൽ ഇൻപുട്ട് 0 വരുവാണെങ്കിൽ എന്തൊക്കെ സ്റ്റേറ്റ്സിലോട്ട് അത് പോകുന്നുള്ള കാര്യം അത് അപ്ഡേറ്റ് ആവും. അതിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എപ്സിലോൺ ക്ലോഷർ ഓഫ് ക്യൂ കണ്ടുപിടിക്കണം. ദെൻ ഫ്രം ഓൾ ദോസ് സ്റ്റേറ്റ്സ് സീ വേർ ദേ ഗോ ഓൺ ഇൻപുട്ട് 0. റൈറ്റ്, അത് നമുക്ക് എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് നോക്കാം. ദെൻ ടേക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഓൾ ദോസ് ഡെസ്റ്റിനേഷൻ. ദാറ്റ്സ് യുവർ ന്യൂ ട്രാൻസിഷൻ. സ്റ്റെപ്പ് 3 സെറ്റ് ന്യൂ ഫൈനൽ സ്റ്റേറ്റ്സ്. ഈ നമ്മൾ പുതിയ ഉണ്ടാക്കുന്ന NFAയിൽ പുതിയ ഫൈനൽ സ്റ്റേറ്റ്സും ഉണ്ടാവും, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് ഫൈനൽ സ്റ്റേറ്റ് ഇൻ ദെയർ എപ്സിലോൺ ക്ലോഷർ. ഓക്കെ, then step 4 drop all epsilon transition. step 5 keep same start state. alright, ഇപ്പോൾ ഒന്നും മനസ്സിലായി കാണത്തില്ല. alright, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. alright, so step number 1 would be find epsilon closure of every state. You can see, suppose we have a NFA like this. ഇത് നോക്കി, ഇതിനകത്ത് എപ്സിലോൺ ഉണ്ട്. you can see over here right. so ഈ എപ്സിലോണിനെ നമുക്ക് മാറ്റണം. റൈറ്റ്, മാറ്റിയിട്ട് എപ്സിലോൺ ഇല്ലാത്ത NFA നമുക്ക് ക്രിയേറ്റ്, അതാണ് നമ്മുടെ എയിം. സോ അതിൽ ഫസ്റ്റ് കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫൈൻഡ് എപ്സിലോൺ ക്ലോഷർ ഓഫ് എവറി സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിൻ്റെയും Q0, Q1, Q2, Q3ൻ്റെയും എപ്സിലോൺ ക്ലോഷർ നമുക്ക് കണ്ടുപിടിക്കണം. സോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാൻ ശ്രമിക്കാം. Q0യിൽ നിന്നും എപ്സിലോൺ മാത്രം എടുത്തുകൊണ്ട് ഏതൊക്കെ സ്റ്റേറ്റിലോട്ട് പോകും. ഒന്ന്, ആ സെയിം സ്റ്റേറ്റ് എടുക്കും നമ്മൾ. യു ക്യാൻ സി Q1ലോട്ട് പോകുന്നുണ്ട്. ദെൻ യു ക്യാൻ സി Q3ലോട്ട് പോകുന്നുണ്ട്. സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറയുമ്പോഴത്തേക്കും Q0, Q1 ആൻഡ് Q3 ആയിരിക്കും. സിമിലർലി ഫോർ അതർ സ്റ്റേറ്റ്സ് ഓൾസോ. Q1ൻ്റെ എപ്സിലോൺ ക്ലോഷർ എന്തായിരിക്കും, Q1ൽ നമുക്ക് നോക്കാം. ഈ ഒരു എപ്സിലോൺ ക്ലോഷർ എടുത്തിട്ട് ഒന്ന് അതിന്റെ സെയിം സ്റ്റേറ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്യും. ദെൻ എപ്സിലോൺ എടുത്തിട്ട് എവിടെ പോകുന്നുണ്ട്, Q3ലോട്ട് പോകുന്നുണ്ട്. സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q1 is Q1, Q3. സിമിലർലി യു ക്യാൻ സി എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2ൽ എപ്സിലോൺ വരുന്നില്ല. സോ ആ സ്റ്റേറ്റ് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സിമിലർലി ഫോർ Q3 ഓൾസോ, അവിടെയും എപ്സിലോൺ എന്ന് പറഞ്ഞ ട്രാൻസിഷൻ വരുന്നില്ല. സോ നമ്മൾ Q3 തന്നെ അവിടെ ഇൻക്ലൂഡ് ചെയ്യും. ഓൾറൈറ്റ്, സോ ദിസ് വാസ് ദ സ്റ്റെപ്പ് നമ്പർ 1. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എപ്സിലോൺ ട്രാൻസിഷൻ ഉള്ള NFAയിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കും. ഓൾറൈറ്റ്, നൗ സ്റ്റെപ്പ് നമ്പർ 2 അപ്ഡേറ്റ് ട്രാൻസിഷൻസ്. ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇതിനകത്ത് സ്റ്റെപ്പ് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻസിനെ ഇനി അപ്ഡേറ്റ് ചെയ്യുക, കാരണം നമ്മൾ ഈ എപ്സിലോൺ എല്ലാം ഇവൻച്വലി റിമൂവ് ചെയ്യാൻ പോകും, അതാണ് നമ്മുടെ എയിം. റൈറ്റ്, സോ അപ്ഡേറ്റഡ് ട്രാൻസിഷൻ എന്തായിരിക്കും. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി അപ്ഡേറ്റ് ട്രാൻസിഷൻ ഹൗ. നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ ആണ് നമ്മൾ കൊടുക്കുന്ന ഒരു നൊട്ടേഷൻ. നമ്മളിവിടെ ഡെൽറ്റ ഡാഷ് എന്ന് കൊടുത്തു പുതിയ ട്രാൻസിഷനെ കാണിക്കാൻ വേണ്ടി. ദാറ്റ് മീൻ Q0 0 വരുമ്പോഴത്തേക്കും ഏതൊക്കെ ട്രാൻസിഷൻ ഉണ്ടാവും. ഓൾറൈറ്റ്, അതിനെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്, ഏതാണോ നമ്മൾക്ക് എടുത്തിരിക്കുന്നത് Q0 0 ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ Q0ന്റെ എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഗോ ടു എപ്സിലോൺ ക്ലോഷർ. ഇവിടെ നമ്മൾ ജനറൽ ആയിട്ടാണ് പറയുന്നത് Q. ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ഫസ്റ്റ് ഗോ ടു എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0. വി നോ, നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എന്തൊക്കെയാണ് Q0, Q1 ആൻഡ് Q3. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഫ്രം ഓൾ ദോസ് സ്റ്റേറ്റ്സ്. ഓൾ ദോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാമ്പിൾ ഓൾ ദോസ് സ്റ്റേറ്റ്സ്, ഈ സ്റ്റേറ്റ്സ്. ഓൾറൈറ്റ്, ഈ സ്റ്റേറ്റ്സ് സി വേർ ദേ ഗോ ഓൺ ഇൻപുട്ട് 0. ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് എടുത്തിരിക്കുന്നത് 0 ആണ്. റൈറ്റ്, സോ ഇവിടെയും നമ്മൾ 0 തന്നെയാണ് വരുന്നത്. സോ ദിസ് ഇസ് ജനറൽ റൂൾ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് Q0 0, Q0 1 എല്ലാം വരും. സോ ഇവിടെ 0 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താ പറയുന്നത്, ഫ്രം ഓൾ ദോസ് സ്റ്റേറ്റ്സ്, ദാറ്റ് മീൻ ദീസ് സ്റ്റേറ്റ്സിൽ നിന്നും സി വേർ ദേ ഗോ ഓൺ 0. ഇവിടെ ഈ 0. റൈറ്റ്, ഇവിടെ 1 വരുമ്പോഴത്തേക്കും ഇത് ജനറൽ റൂളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ 1 വരുമ്പോഴത്തേക്കും 1 ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മളിനി എന്താ നോക്കാൻ പോകുന്നത്, ഡെൽറ്റ ഓഫ് നമ്മൾ എന്ത് ചെയ്യും,
delta q0 comma 0, right? From all those states, see where they go on input. So delta q0, ഈ q0 of 0 എവിടെയാണ് പോകുന്നത്? You can see ഇതാണ് q0 of 0, q0 തന്നെയാണ് പോകുന്നത്. നമ്പർ 2, q1, ഈ q1 comma 0 എവിടെയാണ് പോകുന്നത്? You can see q1 comma 0 is going to q2. Then നമ്മൾ q3, ഈ q3 comma 0 എവിടെയാണ് പോകുന്നത്? q3 comma 0, you can see this is the state, q3 തന്നെയാണ് പോകുന്നത്, റൈറ്റ്? ഇനി എന്താ അടുത്ത സ്റ്റേറ്റ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം സ്റ്റെപ്പ് 2 തന്നെ വരുന്ന കാര്യങ്ങളാണ്. ടേക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഓൾ ദോസ് ഡെസ്റ്റിനേഷൻ. ഇനി നമുക്ക് കിട്ടിയ ഡെസ്റ്റിനേഷൻസ് ഇതാണ്. ഇനി ഇതിന്റെ എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെല്ലാത്തിനെയും മിക്സ് ചെയ്യണം. സോ നമുക്കറിയാം q0ന്റെയും q0യുടെ എപ്സിലോൺ ക്ലോഷർ എന്തായിരുന്നു? q0, q1, q3 ആയിരുന്നു. അതുപോലെ തന്നെ q2ന്റെ എപ്സിലോൺ ക്ലോഷർ എന്താണ്? q2 തന്നെയായിരുന്നു. നമ്മൾ പ്രീവിയസ് നിങ്ങൾ കുറച്ച് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. q3ന്റെ എപ്സിലോൺ ക്ലോഷർ തന്നെ എന്താണ്? q3 തന്നെയാണ്. സോ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും? യൂണിയൻ ചെയ്യും. സോ ടേക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഓൾ ദീസ് ഡെസ്റ്റിനേഷൻ. നമുക്ക് എങ്ങനെ കിട്ടും? സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് q0, എപ്സിലോൺ ക്ലോഷർ ഓഫ് q2, എപ്സിലോൺ ക്ലോഷർ ഓഫ് q3. നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും അതായിരിക്കും നമ്മുടെ പുതിയ ട്രാൻസിഷൻ. സോ പുതിയ ട്രാൻസിഷൻ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സോ q0, സി ഡെൽറ്റ q0, 0 എന്ന് പറയുമ്പോൾ ഇതെല്ലാം സ്റ്റെപ്സിൽ കൂടെ കടന്നു പോയിട്ട് നമുക്ക് എന്ത് കിട്ടി? q0, q1, q2 ആൻഡ് q3, വിച്ച് ഈസ് ദി എപ്സിലോൺ ക്ലോഷർ ഓഫ് q0 യൂണിയൻ എപ്സിലോൺ ക്ലോഷർ ഓഫ് q2 യൂണിയൻ എപ്സിലോൺ ക്ലോഷർ ഓഫ് q3. ഓൾറൈറ്റ്. സോ നമുക്ക് എന്താ കിട്ടിയത്? പുതിയ ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയെല്ലാം സ്റ്റേറ്റ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് പോകുന്നുണ്ട്. ഡെൽറ്റ പുതിയ ട്രാൻസിഷൻ ഡെൽറ്റ ഡാഷ് q0, 0 goes to q0, also to q1, also to q2 and also to q3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ എപ്സിലോൺ അവിടെ നിന്ന് റിമൂവ് ആവും. ഓക്കെ, ഇതുപോലെ നമ്മൾ എല്ലാ ട്രാൻസിഷൻസിലും നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. സോ ഡെൽറ്റ ഡാഷ് q0, 0. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെൽറ്റ ഡാഷ് q0, 1. അതുപോലെ q2, 0, q2, 1, q3, 0, q3, 1. All right. So let us try to understand how delta is the same step നമുക്ക് ഫോളോ ചെയ്യാം. വീണ്ടും നമുക്ക് നോക്കാം. All right. So first step എന്താണ്? First go to epsilon closure. ഇവിടെ q, right? General form ആയിട്ട് q കൊടുത്തു. ഇവിടെ എന്താണ്? q0 തന്നെയാണ്. So first go to epsilon closure of q0. എന്താണ് epsilon closure of q0? നമുക്കറിയാം q0, q1, q3, right? Then അടുത്ത സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? From all those states, see where they go on to input 1. കാരണം എന്താ? നമ്മൾ q0, 1 ആണ് നോക്കുന്നത്, right? So delta, you can see delta q0, 1. ഈ q0, 1. q0, 1 നോക്കിക്കേ. q0, 1ൽ ഒന്നും ഇല്ല, റൈറ്റ്? നില്ലാണ്. എങ്ങും പോകുന്നു, ഒരു സ്റ്റേറ്റിലോട്ടും പോകുന്നില്ല. അപ്പൊ നമുക്ക് ഇല്ലെങ്കിൽ ഇതിനെ നില്ല്, ഞാനിവിടെ നില്ലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 യൂസ് ചെയ്യാം. ഓൾ റൈറ്റ്. empty എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഡെൽറ്റ ഈ q1, 1 അതും നില്ലാണ്, അല്ലെങ്കിൽ 5 ആണ്. q3, ഈ q3, 1 അതും നില്ലാണ്, റൈറ്റ്? സോ ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടേക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഓൾ ദോസ് ഡെസ്റ്റിനേഷൻ തന്നെ നില്ലാണ്. അപ്പൊ നമുക്ക് വല്ലതും എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ നമ്മുടെ പുതിയ ട്രാൻസിഷൻ എന്തായിരിക്കും? ഡെൽറ്റ q0, 1, ഡെൽറ്റ ഡാഷ് q0, 1 നില്ലായിരിക്കും, അല്ലെങ്കിൽ 5 ആയിരിക്കും, ഒന്നുമില്ല. ഓൾറൈറ്റ്. സോ സിമിലർലി എന്താണ്? നമ്മൾ q0, 0, q0, 1 നമ്മൾ പുതിയ ട്രാൻസിഷൻ കണ്ടുപിടിച്ചു. ഇനി പുതിയ ട്രാൻസിഷൻ എന്താണ്? q1ന്റെ q1, 0. സെയിം രീതിയിൽ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എപ്സിലോൺ ക്ലോഷർ ഓഫ് q1 കണ്ടുപിടിക്കും. എപ്സിലോൺ ക്ലോഷർ ഓഫ് q1 എന്താണ്? നമ്മൾ നേരത്തെ നിങ്ങൾ വീഡിയോ നോക്കിയാലും മതി. q1, q3, റൈറ്റ്? സോ q1, q3 ആണ് എപ്സിലോൺ ക്ലോഷർ ഓഫ് q1. ഇനി ഫ്രം ഓൾ ദീസ് സ്റ്റേറ്റ്സ്, ഈ സ്റ്റേറ്റ്സിൽ നിന്ന് നമ്മൾ എന്താണ്? 0 എടുക്കുവാണ്, റൈറ്റ്? സോ q1, 0. q1, 0 എന്താണ്? യു ക്യാൻ സി ഇറ്റ് ഈസ് ഗോയിങ് ടു q2, റൈറ്റ്? ദെൻ യു ക്യാൻ സി q3, 0. q3, 0 എന്താണ്? അവിടെ തന്നെ പോവാണ്. യു ക്യാൻ ദിസ് സ്റ്റേറ്റ്, റൈറ്റ്? സോ q3 ആയിരിക്കും, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടേക്ക് എപ്സിലോൺ ക്ലോഷർ ഓഫ് ഓൾ ദോസ് ഡെസ്റ്റിനേഷൻ. ഈ ഡെസ്റ്റിനേഷൻസിന്റെ എപ്സിലോൺ ക്ലോഷർ എടുക്കണം. സോ q2ന്റെ എപ്സിലോൺ ക്ലോഷർ നമുക്കറിയാം q2 തന്നെയായിരുന്നു. q3ന്റെ എപ്സിലോൺ ക്ലോഷർ എന്താണ്? q3 തന്നെയായിരുന്നു. സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് q2 ആൻഡ് എപ്സിലോൺ ക്ലോഷർ ഓഫ് q3. q2, q3 തന്നെയാണ് അവിടെ വരുന്നത്. അതായിരിക്കും നമ്മുടെ പുതിയ ട്രാൻസിഷൻ. സോ ഇതിന്റെ യൂണിയൻ ആയിരിക്കും, റൈറ്റ്? സോ q1, 0 എന്തായിരിക്കും? ഡെൽറ്റ ഡാഷ് q1, 0 ഈസ് q2, ഇത് പുതിയ ട്രാൻസിഷൻ ആണ്, റൈറ്റ്? അതുപോലെ നമ്മൾ q1, 1 സെയിം പ്രൊസീജിയർ. ഫസ്റ്റ് ഗോ ടു എപ്സിലോൺ ക്ലോഷർ ഓഫ് q1ന്റെ എപ്സിലോൺ ക്ലോഷർ എന്തായിരിക്കും? q1, q3 ആയിരിക്കും. ദെൻ നിങ്ങളൊന്ന് റിമെമ്പർ ചെയ്ത് നോക്കിയേ. ഫ്രം ഓൾ ദീസ് സ്റ്റേറ്റ്സ് സീ വെയർ ദേ ഗോ ഓൺ ഇൻപുട്ട് 1. സോ q1 ഡെൽറ്റ q1, 1 ഇവിടെ നമ്മൾ നോക്കുകയാണ്. ഇവിടെ നില്ലാണ്, ഒന്നുമില്ല. q3, 1 അഗെയിൻ നിൽ. സോ നമ്മൾ എന്തായിരിക്കും? അതിന്റെ
ഡെസ്റ്റിനേഷൻ്റെ എപ്സിലോൺ ക്ലോഷർ പോലും നില്ലായിരിക്കും, റൈറ്റ്? സോ പുതിയ ട്രാൻസിഷൻ എന്തായിരിക്കും? ഡെൽറ്റ ഡാഷ് Q1, 1 ഈസ് ഓൾസോ നിൽ. സിമിലർലി Q2, 0 എന്തായിരിക്കും? ആദ്യം നമ്മൾ എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2 കണ്ടുപിടിക്കും, വിച്ച് ഈസ് നത്തിങ് ബട്ട് Q2 ഇറ്റ് സെൽഫ്. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഫ്രം ഓൾ ദോസ് സ്റ്റേറ്റ്സ്, അതായത് നമുക്ക് കിട്ടിയ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റേ ഉള്ളൂ Q2, നമ്മൾ നോക്കും 0 എടുത്തിട്ട് അത് എവിടേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം. സോ Q2, 0 എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാണ് പോകുന്നത്? യു ക്യാൻ സി Q2, 0 എങ്ങും പോകുന്നില്ല, നില്ലാണ്, റൈറ്റ്? സോ നില്ലിന്റെ എപ്സിലോൺ ക്ലോഷർ വല്ലതുകൊണ്ടോ? ഇല്ല. സോ ഡെൽറ്റ ഡാഷ് Q2, 0 എന്താണ്? നിൽ തന്നെയാണ്. ഓൾറൈറ്റ്, സോ ദിസ് ഈസ് ദി ന്യൂ ട്രാൻസിഷൻ ഫോർ Q2, 0. അതുപോലെ തന്നെ Q2, 1, സെയിം പ്രൊസീജിയർ. ഗോ ടു എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2 തന്നെ കിട്ടി നമുക്ക്. ദെൻ ഫ്രം ഓൾ ദോസ് സ്റ്റേറ്റ്സ് സി വേർ ദേ ഗോ ഓൺ ടു ഇൻപുട്ട് 1. സോ Q1 ലോട്ടാണ് പോകുന്നത്. Q2 നിന്ന് 1 എടുത്തിട്ട് യു ക്യാൻ സി ദിസ് ട്രാൻസിഷൻ, റൈറ്റ്? Q1 ലോട്ടാണ് പോകുന്നത്. ഇനി Q1ന്റെ എന്ത് കടിക്കണം? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെസ്റ്റിനേഷൻ Q1ന്റെ എപ്സിലോൺ ക്ലോഷർ എന്താണ്? Q1 ആണ്, Q3 ആണ്, റൈറ്റ്? സോ Q1 ആൻഡ് Q3. സോ Q1 ആൻഡ് Q3. സോ ഡെൽറ്റ ഡാഷ് Q2, 1 എന്തായിരിക്കും? Q1, Q3 ആയിരിക്കും. സോ പുതിയ ട്രാൻസിഷൻ ഇതായി. സിമിലർലി ഫോർ Q3, 0ന്റെ പുതിയ ട്രാൻസിഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ഗോ ടു എപ്സിലോൺ ക്ലോഷർ ഓഫ് Q3ന്റെ എപ്സിലോൺ ക്ലോഷർ എന്തായിരിക്കും? Q3 തന്നെ ആയിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഫ്രം ഓൾ ദോസ് സ്റ്റേറ്റ്സ് സി വേർ ദേ ഗോ ഓൺ ടു ഇൻപുട്ട് 0. ഡെൽറ്റ Q3 ഓഫ് 0 എവിടെയാണ്? Q3 തന്നെയാണ് പോകുന്നത്, റൈറ്റ്? സോ ദെൻ Q3ന്റെ എന്ത് കണ്ടുപിടിക്കണം? എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കണം, വിച്ച് ഈസ് Q3 ഓൺലി, റൈറ്റ്? സോ എന്തായിരിക്കും നമ്മുടെ പുതിയ ട്രാൻസിഷൻ? എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും, റൈറ്റ്? സോ ഇവിടെ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് യൂണിയൻ എടുക്കും നമ്മൾ. സോ ഡെൽറ്റ ഡാഷ് Q3, 0 എന്തായിരിക്കും? Q3 തന്നെ ആയിരിക്കും. സോ ദിസ് ഇസ് ദി ന്യൂ ട്രാൻസിഷൻ ഫോർ Q3, 0. അതുപോലെ തന്നെ Q3, 1 ലാസ്റ്റ് ആണ്, റൈറ്റ്? സോ ഇതിൽ നമ്മൾ എന്താണ്? ഫസ്റ്റ് ഗോ ടു സെയിം പ്രൊസീജിയർ. Q3യുടെ ക്ലോഷറിലോട്ട് പോവുക. Q3 ആണ്. അവിടെ നിന്ന് Q3, 1 എങ്ങോട്ടേക്ക് പോകുന്നു? Q3, 1 ദർ ഈസ് നോ ട്രാൻസിഷൻ. സോ നിൽ, റൈറ്റ്? സോ നിലിന്റെ ക്ലോഷർ എന്താണ്? ഒന്നുമില്ല. സോ അഗെയിൻ ഡെൽറ്റ ഇതിന്റെ എന്തായിരിക്കും? യു ക്യാൻ സി നില്ലായിരിക്കും, റൈറ്റ്? സോ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ? പുതിയ ട്രാൻസിഷൻ കിട്ടിക്കഴിഞ്ഞു, റൈറ്റ്? സോ നമുക്ക് എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ്? എന്ന് യു ക്യാൻ ഫൈൻഡ് ന്യൂ ഇത് പുതിയ ട്രാൻസിഷൻ ടേബിൾ ആണ്. Q0ൽ നിന്നും 0 എടുത്തിട്ട് എവിടെയൊക്കെ പോയി? Q0 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അപ്ഡേറ്റ് ചെയ്ത ട്രാൻസിഷൻ Q0, Q1, Q2, Q3 ലോട്ട് പോകും. Q1 എവിടെയൊക്കെ പോകും? Q2, Q3 ലോട്ട് പോകും, റൈറ്റ്? സോ Q2 യു ക്യാൻ സി Q1, Q3 ലോട്ട് പോകും. Q3 0, Q3 ലോട്ട് പോകും. ബാക്കിയെല്ലാം എന്താണ്? നള്ളാണ്. നൾ ഞാൻ ഹൈഫൻ വെച്ചാണ് കാണിച്ചിരിക്കുന്നത്, ഓൾറൈറ്റ്? സോ സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ പുതിയ ഫൈനൽ സ്റ്റേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. പുതിയ ഫൈനൽ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് ഫൈനൽ സ്റ്റേറ്റ് ഇൻ ദെയർ എപ്സിലോൺ ക്ലോഷർ. അതായത് ഓരോ സ്റ്റേറ്റും നമ്മൾ 4 സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. ഇപ്പൊ 4 സ്റ്റേറ്റിന്റെ എപ്സിലോൺ ക്ലോഷർ എന്തൊക്കെയാണ്? ഇതാണ് എപ്സിലോൺ ക്ലോഷർ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചത്. ഇനി ഓൾ ദോസ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് Q3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഹാവ് ഫൈനൽ സ്റ്റേറ്റ്. നമ്മുടെ ഫസ്റ്റ് NFA, അതായത് എപ്സിലോൺ ട്രാൻസിഷൻ ഉള്ള NFAയുടെ ഫൈനൽ സ്റ്റേറ്റ് എന്തായിരുന്നു? Q3 ആയിരുന്നു, റൈറ്റ്? സോ ഓൾ ദോസ് സ്റ്റേറ്റ്സ് അതിന്റെ എപ്സിലോൺ ക്ലോഷറിൽ Q3 ഉണ്ടോ അതെന്തായിരിക്കും? അതും ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. സോ യു ക്യാൻ സി Q0ന്റെ എപ്സിലോൺ ക്ലോഷറിൽ Q3 ഉണ്ട്. സോ Q0 ഫൈനൽ സ്റ്റേറ്റ് ആവും. Q1ന്റെ എപ്സിലോൺ ക്ലോഷറിലുണ്ട്. സോ Q1 എന്തായിരിക്കും? പുതിയ ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. Q2ന്റെ എപ്സിലോൺ ക്ലോഷറിൽ Q3 ഇല്ല. സോ എന്താണ്? Q2 ഫൈനൽ സ്റ്റേറ്റ് ആവത്തില്ല. Q3ന്റെ എപ്സിലോൺ ക്ലോഷറിൽ Q3 ഉണ്ട്. സോ Q3 ഓബ്വിയസ്ലി പണ്ടും ഇത് ഫൈനൽ സ്റ്റേറ്റ് തന്നെയായിരുന്നു. സോ ഇറ്റ് വിൽ ബി ഫൈനൽ സ്റ്റേറ്റ്. സോ പുതിയ ഫൈനൽ സ്റ്റേറ്റ് Q0, Q1 ആയിരിക്കും. ഇതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. Q0, Q1, Q3യുടെ എപ്സിലോൺ ക്ലോഷറിൽ പഴയ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്, വിച്ച് ഈസ് Q3. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനൽ സ്റ്റേറ്റ് ആക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ NFAയിൽ നിന്ന് എല്ലാ എപ്സിലോൺ ട്രാൻസിഷൻ എടുത്ത് നമ്മൾ കളയും. കാരണം ഇതാണ് നമ്മുടെ പുതിയ ട്രാൻസിഷൻ ടേബിൾ. ദെൻ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും, Q0 തന്നെ ആയിരിക്കും, റൈറ്റ്? സോ ഇത് വെച്ചിട്ട് നമ്മൾ ഈ പുതിയ ട്രാൻസിഷൻ ടേബിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ പുതിയ NFA വിതൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സോ ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ ടേബിൾ. സോ യു ക്യാൻ സി Q0യിൽ നിന്നും 0 എടുത്തിട്ട് ഇത്രയും സ്റ്റേറ്റ്സിലോട്ട് പോകുന്നു. അത് നമുക്ക് ആദ്യം നോക്കാം. Q0യിൽ നിന്നും 0 എടുത്തിട്ട് ആദ്യം എവിടെ പോകുന്നു? യു ക്യാൻ സി Q0യിൽ പോകുന്നു. ദെൻ Q0ന്ന് 0 എടുത്തിട്ട് Q1ലോട്ട് പോകുന്നു. ദെൻ Q2ലോട്ട് പോകുന്നു. ദെൻ ഫൈനലി Q3ലോട്ട് പോകുന്നു. സോ ആ ട്രാൻസിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ദെൻ Q0 to Q1 ഒന്നുമില്ല, റൈറ്റ്? സോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ദെൻ Q1 to 0 എടുത്തിട്ട് എവിടെ പോകും?
Q1. You can see ഇതാണ് Q1, right? So Q1 0 എടുത്തിട്ട് Q2 ലോട്ടും പോവും, Q3 ലോട്ടും പോവും. So 0 എടുത്തിട്ട് ആദ്യം അവിടെ പോയി Q2 ലോട്ട് പോയി, then 0 എടുത്തിട്ട് Q3 ലോട്ടും പോയി, right? അപ്പോൾ അത് കഴിഞ്ഞു, right? Then Q1 to 1 വല്ലതും ഉണ്ടോ? There is no transition. അപ്പോൾ Q1 to 1 ഒന്നുമില്ല. Q2 to 0 ഒന്നുമില്ല. Q2 to 1 എവിടെയൊക്കെ പോകുന്നുണ്ട്? Q1 ലോട്ട് പോകുന്നുണ്ട്, Q3 ലോട്ട് പോകുന്നുണ്ട്. സോ Q2 to 1 യു ക്യാൻ സി Q2 ഇതാണ്. Q2 to 1 എവിടെ പോകുന്നുണ്ട്? ആദ്യം Q1 ലോട്ട് പോകുന്നുണ്ട്, യു ക്യാൻ സി. ദെൻ Q2 to 1 Q3 ലോട്ടും പോകുന്നുണ്ട്, റൈറ്റ്? ഇങ്ങനെയും പോകുന്നുണ്ട്. നൗ Q3 to 0, Q2 to 0 നേരത്തെ പോലെ Q3 തന്നെ ഇരിക്കുവാണ്, റൈറ്റ്? Q3 to 1 വല്ലതും ഉണ്ടോ? നത്തിങ് ഇസ് ദർ. സോ അതൊന്നും ചെയ്യില്ല. സോ ദിസ് ഈസ് യുവർ ഫൈനൽ. ഇതിനകത്ത് നിങ്ങൾക്ക് എപ്സിലോൺ പോലും കാണാൻ പറ്റുന്നുണ്ട്? ഇല്ല, ദർ ഇസ് നോ എപ്സിലോൺ. നമ്മൾ എന്ത് ചെയ്തു? എപ്സിലോണിനെ എലിമിനേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും തീർന്നിട്ടില്ല, കാരണം നമുക്കറിയാം നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? റെഡിയാക്കിയിട്ട്. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ഫൈനൽ സ്റ്റേറ്റ് എന്താണ്? ഓൾ ദോസ് സ്റ്റേറ്റ്സ് whose epsilon closure contain old final state, right? So ഇതൊക്കെയായിരുന്നു Q0, Q1 ആൻഡ് Q3 ആയിരുന്നു മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ. സോ എന്തായിരിക്കും? നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. യു ക്യാൻ സി Q0നെ നമ്മൾ എന്ത് ചെയ്തു? ഫൈനൽ സ്റ്റേറ്റ് ആക്കി. Q1നെ ഫൈനൽ സ്റ്റേറ്റ് ആക്കി. Q3 ഓൾറെഡി ഫൈനൽ സ്റ്റേറ്റ് ആയിരുന്നു. സോ ദിസ് ഈസ് യുവർ ന്യൂ NFA വിതൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ. സോ നമ്മൾ എന്ത് ചെയ്തു? എവിടുന്ന് വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ ഇങ്ങനെ ഇരുന്നു, നമ്മൾ എന്ത് ചെയ്തു? അതിനെ വിതൗട്ട് എപ്സിലോൺ ട്രാൻസിഷനിലോട്ട് കൺവേർട്ട് ചെയ്തു, റൈറ്റ്? സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ. സിമ്പിൾ പ്രൊസീജിയർ ആണ്. നിങ്ങൾ ആ പ്രൊസീജിയർ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. യു വിൽ അറ്റൈൻ ദിസ് ന്യൂ NFA. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് this video, and നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can always ask in the comment box. I will try to answer your question as much as I can. Alright, so thank you for watching.